നമസ്കാരം. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കത്തുന്ന പുരയിൽ നിന്നും അവസാനത്തെ കഴുക്കോൽ ഊരിയെടുക്കുക. ഇപ്പോൾ പിണറായി മന്ത്രിസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇവിടുത്തെ LDF മന്ത്രിസഭ അവസാനത്തെ കഴുക്കോലും ഊരിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് 2 മാസത്തെ ഓണറേറിയം കിട്ടിയില്ല. സമരം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അത് അനുവദിച്ചു. അവർ പോയി വീണ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ പ്രമുഖ മന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, അവർക്ക് ഓണറേറിയം കൂട്ടണം എന്ന് പറയുന്നു, ഇൻസെൻറ്റീവ് കൂട്ടണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആവശ്യങ്ങളാണ്. അത്യാവശ്യം കഞ്ഞി കുടിച്ച് കിടക്കാൻ ആ കുടിശ്ശിയെങ്കിലും തീർക്കണം. അതിനുവേണ്ടി അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ജോലി എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ആ കോവിഡ് സമയത്തും ആ മഹാമാരി സമയത്ത് ഇത്രയധികം ബുദ്ധിമുട്ടിയ ഒരു വിഭാഗം ഇന്ത്യയിൽ വേറെ ഉണ്ടാവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിലും ഓണറേറിയം കൊടുക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. ക്ഷേമ പദ്ധതികൾ എത്ര തവണ കൊടുക്കാനുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയില്ല. സാംസ്കാരിക ക്ഷേമനിധി എന്ന് പറയുന്ന ഒരു ക്ഷേമനിധിയുണ്ട്. ചലച്ചിത്ര പ്രവർത്തകരാണ് അതിൽ കൂടുതലും. ചലച്ചിത്ര പ്രവർത്തനം നടത്തി അവസാനം സാമ്പത്തികമായി ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷനുണ്ട്, 4000 രൂപ. ഈ ചലച്ചിത്ര പ്രവർത്തകർ 60 വയസ്സിന് മുമ്പ് 200 രൂപ വെച്ച് അംശാദായം അടച്ചിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. എല്ലാ കലാകാരന്മാർക്കും ഉണ്ട്. വാദ്യ കലാകാരന്മാർ, നാടക നടന്മാർ, നാടക പ്രവർത്തകർ, മറ്റ് എല്ലാ മേഖലയിലുമുള്ളവർ. അവർക്ക് 50 രൂപ അംശാദായം അടച്ചാൽ മതി. എന്നാൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ 200 രൂപ അടയ്ക്കണം. കഴിഞ്ഞ 2 മാസമായി അതും മുടങ്ങിയിരിക്കുകയാണ്. അതിന് സർക്കാരിന് 10 പൈസയുടെ ചിലവില്ല. സിനിമാ തിയേറ്ററിൽ നിന്നും 3 രൂപ വീതം സെസ് പിരിച്ചിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ആ സെസ് പിരിക്കുന്നത് പോലും മറ്റു വഴിക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഒരു പണം പോലും ചിലവാക്കേണ്ടാത്ത ഈ ക്ഷേമനിധി പെൻഷൻ പോലും മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ദാരിദ്ര്യത്തിലാണ് സർക്കാർ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇതിനിടയിൽ ആദ്യത്തെ ബോംബ് പൊട്ടി. PSC ചെയർമാനും PSC അംഗങ്ങൾക്കും ശമ്പള വർധനവ്. 21 പേരാണ് PSC മെമ്പേഴ്സ്. അത് UP-യിൽ 5 പേരാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മാക്സിമം 9 പേര് വരെയാണ്. ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ 21 പേർ. ഇനി ആ 21 പേരിലേക്ക് എത്തിച്ചതാരാണെന്നറിയാമോ? UDF മന്ത്രിസഭ. 1982-ൽ 8 പേരായിരുന്നു PSC മെമ്പേഴ്സ്. പിന്നെ അത് വർദ്ധിച്ച് 12ആയി, പിന്നീട് അത് 18ആയി, ഇപ്പോൾ 21 ആയിരിക്കും. UDF മന്ത്രിസഭയുടെ കാലത്താണ് PSC മെമ്പേഴ്സിൻ്റെ അംഗങ്ങളെ വർദ്ധിപ്പിച്ചത്. ഇതൊരു രാഷ്ട്രീയ നിയമനമാണ്. PSC മെമ്പേഴ്സായിട്ടുള്ള യോഗ്യതയിൽ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കൂ. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. യോഗ്യത പ്രത്യേകിച്ച് പറയുന്നില്ല. രാഷ്ട്രീയ പരിഗണനയാണ് നിയമന മാനദണ്ഡം. ആനുകൂല്യങ്ങൾ, ശമ്പളം, പെൻഷൻ, 1-ാം ക്ലാസ് യാത്രപ്പടി, PA, ഡഫേദാർ, ഡ്രൈവർ, ആശ്രിതർക്കടക്കം ചികിത്സയ്ക്ക് പണം, ചെയർമാന് കാറും വീടും. ഇതാണ് PSC ചെയർമാനും അംഗങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. യാതൊരു യോഗ്യതയും വേണ്ട, രാഷ്ട്രീയക്കാരനായാൽ മതി. സ്വന്തം പാർട്ടിയിലെ, സ്വന്തം മുന്നണിയിലെ ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാട്. ഞാൻ നേരത്തെ ഒരിക്കൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു കേരള കോൺഗ്രസ്സുകാരൻ 65 ലക്ഷം രൂപ പാർട്ടിക്ക് കൊടുത്തത് PSC മെമ്പറാവാൻ. 65 ലക്ഷം രൂപ കൊടുത്താൽ എന്താ? ജീവിതകാലം മുഴുവൻ അനുഭവിക്കാവുന്ന സുഖങ്ങളല്ലേ? കേവലം 6 വർഷം ജോലി ചെയ്താൽ പെൻഷൻ, ആശ്രിതർക്കുൾപ്പെടെ ചികിത്സാ ചെലവുകൾ, ചെയർമാന് കാറ്, വീട്. അവർക്കാണിപ്പോൾ 1 ലക്ഷവും 1.5 ലക്ഷവും ശമ്പളം കൂട്ടിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ആശാ വർക്കേഴ്സ് കിടന്ന് കരയുകയാണ്. ഞങ്ങൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആനുകൂല്യം തരണം. ആ മനുഷ്യർ കിടന്ന് കരയുമ്പോൾ PSC അംഗങ്ങൾ 21 പേർക്ക് വഴിവിട്ട ആനുകൂല്യങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ വന്നിരുന്ന് പഴയ ഒരു PSC മെമ്പർ, ഇപ്പോൾ പെൻഷൻ മേടിക്കുന്ന ആളാണ്. അദ്ദേഹം പറയാണ്, ഈ PSC മെമ്പറായി കഴിഞ്ഞാൽ പിന്നീട് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല, റിട്ടയർ ചെയ്താൽ ആ പെൻഷൻ കൊണ്ട് ജീവിക്കണമത്രേ. എന്ത് ജോലി? സർക്കാർ ജോലിയൊന്നും കിട്ടില്ല. 40 വയസ്സായ ഒരാൾ PSC മെമ്പറായാൽ 46-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്താൽ പിന്നെ ജോലിക്ക് പോകാൻ പാടില്ലത്രേ. അയാൾക്ക് ബിസിനസ് ചെയ്യാം, മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാം. എന്തിനാണ് ജോലി ചെയ്യുന്നത്? പെൻഷൻ പോലും ലക്ഷക്കണക്കിന് രൂപ കിട്ടുകയല്ലേ. ചികിത്സാ ചെലവുകൾ പിന്നെയും. UP പോലുള്ളൊരു വലിയ സംസ്ഥാനത്ത് 6 പേരാണ് PSC മെമ്പേഴ്സ്. അതേ സ്ഥലത്താണ് 21 പേർ. 1982-ൽ 8 പേരായിരുന്നു PSC മെമ്പേഴ്സ്. പിന്നെ അത് 12ആയി, 18ആയി, 21ആയി. UDF സർക്കാരുകളാണ് ഈ മെമ്പേഴ്സിനെ ഇങ്ങനെ കൂട്ടിയത്. UDFന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇവർക്ക് വഴിവിട്ട ശമ്പള വർധന ചെയ്യുമ്പോൾ ഓണറേറിയം വാങ്ങിക്കുന്ന പാവങ്ങൾക്ക് അത് കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല, അത് കൂട്ടാൻ കഴിയുന്നില്ല. ഈ ഓണറേറിയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഓണറേറിയം ഓർമ്മ വന്നത്.
ആ വൈപ്പിൽ നിന്നും നല്ല മീൻ, തിരുത മീനൊക്കെ ഡൽഹിയിൽ കൊണ്ടുപോയി ഇന്ദിരാഗാന്ധിക്ക് മുതൽ പിന്നീട് സോണിയാഗാന്ധിക്കുമൊക്കെ കൊണ്ടുകൊടുത്ത് അവരുടെ അടുക്കളപ്പുറത്ത് കയറി അത് നന്നായി പാചകം ചെയ്ത് അവരെ ആഹാരം കൊടുത്ത് സൂചിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, പ്രൊഫസർ KV തോമസ്. കെ കരുണാകരൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു താപ്പാന. കെ കരുണാകരൻ്റെ മകളെയും മകനെയും ട്യൂഷൻ എടുക്കാൻ വന്നതാണെന്നാണ് പറയുന്നത്. എനിക്ക് സത്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും കോളേജ് അധ്യാപനം കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. എത്രയോ പ്രാവശ്യം MP, MLA, കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി, ഈ നിലകളിലെല്ലാം പരിലസിച്ചു. ഇനി കോൺഗ്രസിൽ നിന്നും ഒന്നും ഊറ്റിപ്പിഴിഞ്ഞെടുക്കാനില്ല എന്ന് വന്നപ്പോൾ നേരെ തെരുതമീനുമായി പിണറായിയെ പോയി കണ്ടു. പിണറായിയുടെ മനസ്സിലങ്ങ് കയറിപ്പറ്റി. കോൺഗ്രസിലെ ഒരു മുതിർന്ന അംഗമല്ലേ, CPM-ലേക്ക് വന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. സർക്കാരിൻ്റെ ലൈസൻസ് വർക്ക് ചെയ്യാൻ ഡൽഹിയിലേക്ക് ഒരു പദവി കൊടുത്തങ്ങ് വിട്ടിരിക്കുകയാണ്. ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാൾക്ക് വെക്കാൻ കഴിയുന്ന സ്റ്റാഫിനെ വെക്കാം, യാത്രപ്പടി, എല്ലാ സൗകര്യങ്ങളും, വാഹനം എല്ലാമുണ്ട്. പക്ഷേ അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തിരുന്നു. എനിക്ക് ശമ്പളം വേണ്ട, എനിക്ക് ഓണറേറിയം മതി. അത് വളരെ പതുക്കെ പറഞ്ഞു. പണ്ട് ഒരാളൊരു പശുവിനെ മോഷ്ടിച്ച കഥ കേട്ടിട്ടില്ലേ? പശുവിൻ്റെ ഉടമസ്ഥൻ എൻ്റെ പശുവിനെ കണ്ടോ എന്ന് ചോദിച്ച് നടന്നപ്പോൾ എനിക്കൊരു കയറ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ആരുടെയെങ്കിലും ആണോ? അതിൻ്റെ അറ്റത്ത് ഒരു പശുവുമുണ്ട് എന്ന് ചെറുതായി പറഞ്ഞൊരു കഥ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഓണറേറിയം മതി. ഇയാളുടെ അധ്യാപകൻ എന്നുള്ള പെൻഷൻ, കേന്ദ്രമന്ത്രി എന്നുള്ള പെൻഷൻ, MP എന്നുള്ള പെൻഷൻ, സംസ്ഥാന മന്ത്രി എന്നുള്ള പെൻഷൻ, MLA എന്നുള്ള പെൻഷൻ, ഇതൊക്കെ ലഭിക്കാതെ വരുമെന്നുള്ളത് കൊണ്ടാണ് ഓണറേറിയം മതി എന്ന് പറഞ്ഞത്. ഇന്നലെ ഒരു ചാനലിൽ വന്ന് ഫോണിൽ പറയുന്നത് കേട്ടു, എനിക്ക് ആ സമ്പത്തിന് കൊടുത്ത, നേരത്തെ CPM-ന്റെ പ്രതിനിധിയായിരുന്ന സമ്പത്തായിരുന്നു ഡൽഹിയിൽ, സമ്പത്തിന് കൊടുത്ത ഓണറേറിയം തരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ യാത്രപ്പടി കൂട്ടിയിരിക്കുന്നു. 5 ലക്ഷം രൂപയായിരുന്നു യാത്രപ്പടി, അത് 11.3 ലക്ഷമാക്കി കൂട്ടിയിരിക്കുന്നു. അയാളെ എന്തിനാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്? സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായുള്ള ഊഷ്മളമായ ബന്ധത്തിന് വേണ്ടി. അതിനുവേണ്ടിയാണ് അത്ര അയാളെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ട് ഊഷ്മളമായ ബന്ധമാണോ? നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ ഞങ്ങളെ പരിഗണിക്കുന്നില്ല, കേന്ദ്ര സർക്കാർ വെള്ളം കുടിപ്പിക്കുകയാണ് കേരളത്തെ എന്നല്ലേ പറയുന്നത്. പിന്നെ ഇയാൾ എന്ത് ലൈസൻസ് വർക്കാണ് അവിടെ ചെയ്യുന്നത്? എന്ത് ഊഷ്മളമായ ബന്ധമാണ്? ആ ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്, മേരി ജോർജ്, അവർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറയുന്നത് കേട്ടു, കേരള സംസ്ഥാനവും കേന്ദ്രവുമായി ഒരു ഊഷ്മള ബന്ധമല്ല. പിണറായി അകത്ത് പോകാതിരിക്കാൻ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ മകളുടെ ED അന്വേഷണം, ഇതിനൊക്കെ തടയിടാൻ വേണ്ടിയാണ് KV തോമസ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇത് മേരി ജോർജ് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഇതുപോലുള്ള പേരുവയറന്മാർക്ക് കൊടുക്കുന്ന സർക്കാർ നാണമില്ലേ? ഞാൻ പേരുവയറൻ എന്ന് KV തോമസിനെ ഉദ്ദേശിച്ചത് അയാളുടെ കൊടവയറ് കൊണ്ടല്ല, ഇതുപോലെ ആർത്തിമൂത്ത പേരുവയറൻ. ഇത്രയും പ്രായമായില്ലേ KV തോമസ്? നിങ്ങൾ മരിക്കുമ്പോൾ ഈ സമ്പാദ്യമെല്ലാം കൊണ്ടുപോകും, ജനങ്ങൾ നിങ്ങളെ ശപിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക്, ഒരു റിട്ടയർഡ് പ്രൊഫസർ എന്ന നിലയ്ക്ക് നിങ്ങളെ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് സൗകര്യമില്ല ബഹുമാനിക്കാൻ. മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുപ്രവർത്തനമോ ചെയ്യുകയാണെങ്കിൽ അവരുടെ കാല് തൊട്ട് തൊഴാം. പക്ഷേ ഇതുപോലെ ആർത്തി പണ്ടാരങ്ങളെ ബഹുമാനിക്കാൻ സൗകര്യമില്ല. ഓണറേറിയത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നു എന്നേ ഉള്ളൂ. സർക്കാർ 100 കോടി രൂപ മുടക്കി വാഹനങ്ങൾ വാങ്ങാൻ പോകുന്നു. മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ ആയിരിക്കും. 15 വർഷത്തിലേറെ പഴക്കമുള്ള 1300 ട്രാൻസ്പോർട്ട് ബസ് ഇവിടെ ഓടുന്നുണ്ട്. ദീർഘദൂര ബസ്സുകൾ വരെയുണ്ട്. എന്തിനാണ് ആ വെള്ളാനയെ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എത്രയോ വെള്ളാനകളെ ചുമക്കുന്നു. റബ്കോ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് 240 കോടി നേരത്തെ കൊടുത്തിരുന്നു സർക്കാർ, പിണറായി സർക്കാർ. ഇപ്പോൾ 10 കോടിയും കൂടെ വകയിരുത്തിയിരിക്കുന്നു. അവിടെ മുഴുവൻ CPM-കാരാണ്, CPM-ന്റെ അനുഭാവികളാണ് ആ ബോർഡിൽ. ഇങ്ങനെ തൻ്റെ പാർട്ടിക്കാരും തൻ്റെ അനുഭാവികൾ പാർട്ടിക്കാരുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എത്ര നഷ്ടം വന്നാലും അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. സർക്കാരിൽ നിന്ന് പണം ഒഴുകുകയാണ്. ഇവിടെ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നു പണമില്ലാത്തതിൻ്റെ പേരിൽ. പക്ഷേ ദൂരത്തിനൊരു കുറവുമില്ല, ആഡംബരത്തിനൊരു കുറവുമില്ല, ചെലവ് ചുരുക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. സാംസ്കാരിക ക്ഷേമനിധിക്ക് ഒരു പറ്റിപ്പും കൂടെയുണ്ട്, ഒരു തട്ടിപ്പ്. 2 മാസം കൊടുക്കാതിരിക്കും, 3ാമത്തെ ഒരു മാസത്തെ കൊടുക്കും, പിന്നെ അടുത്ത മാസം കൊടുക്കും. ഈ കഴിഞ്ഞ 2 മാസത്തെ അങ്ങ് മറന്നു കളയും. കുടിശ്ശികയായി കൊടുക്കില്ല. വേണ്ടപ്പെട്ടവർക്ക് വാരിക്കോരി കൊടുത്തും സാധാരണ ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ. PSC ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും ശമ്പളം കൂട്ടിയതിനെക്കുറിച്ചും വഴിവിട്ട ധൂർത്തിനെക്കുറിച്ചുമൊക്കെ ഇവിടെ പ്രതിപക്ഷം വാചാലമായി പത്രസമ്മേളനം നടത്തുന്ന കണ്ടു. VD സതീശൻ, രമേശ് ചെന്നിത്തല എല്ലാവരും ഘോരഘോരം പത്രസമ്മേളനം നടത്തി. BJP-യുടെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു, ഇത് അനീതിയാണ്, അക്രമമാണ്, ഈ സർക്കാരിനെ തുരത്തി ഓടിക്കണം. ഞാൻ BJP-യോടും കോൺഗ്രസിനോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ? നിങ്ങൾക്ക് പരസ്യമായി ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയാൻ, ജനങ്ങളോട് പറയാൻ, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ PSC മെമ്പേഴ്സിൻ്റെ എണ്ണം 8ഓ 10ഓ ആക്കി കുറയ്ക്കും, ഇവിടെ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർത്തലാക്കും, വേണ്ടപ്പെട്ടവർക്ക് യാതൊരു വഴിവിട്ട സഹായവും ചെയ്യില്ല, പിൻവാതിൽ നിയമനം ഉണ്ടാവില്ല,
ഇതൊക്കെ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയുമോ? എങ്കിൽ നിങ്ങളെ ജയിപ്പിക്കും. PSC അംഗങ്ങളുടെ എണ്ണം കൂട്ടിയ UDF ഇനി വന്ന് എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല, നിങ്ങളെ ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരില്ല. എന്നാൽ BJPയോട് ഞാൻ പറയുന്നു, നിങ്ങളെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് വരൂ. ഒരു മാറ്റം അനിവാര്യമാണ് കേരളത്തിൽ. അത് BJPയെ കൊണ്ടുവരണം ഞാൻ സംഖ്യയാണ് എന്നല്ല നിങ്ങളിപ്പോൾ പറയേണ്ടത്. ഞാനൊരു മാറ്റത്തിൻ്റെ കാര്യമാണ്. അത് ആര് കൊണ്ടുവരുന്നു അവരെ സ്വീകരിക്കുക. LDF അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ്റെ ആദ്യത്തെ വാക്കുകൾ ഓർക്കുന്നില്ലേ? ഓരോ ഫയലും ഓരോ ജീവിതമാണ്. അന്ന് ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിച്ച ആളാണ് പിണറായി വിജയൻ. പല സ്ഥലങ്ങളിലും പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഒരു കലക്കും ഇങ്ങനെയുള്ള മുഖ്യമന്ത്രി വേണമെന്ന്. പക്ഷേ വർഷമൊന്നും കഴിയുന്നതിന് മുമ്പ് ശപിക്കാൻ തുടങ്ങി കേരളത്തിലെ ജനങ്ങളെപ്പോലെ ഞാനും. പിന്നീട് ഗതികെട്ട ഒരു കാലത്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും എന്തൊക്കെയോ കുത്തി നിറച്ചു. അങ്ങനെ രണ്ടാം വട്ടവും അധികാരത്തിലെത്തി. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നരകിക്കുകയാണ്, നരകയാതന അനുഭവിക്കുകയാണ്. 10 സെൻറ്റ് സ്ഥലമുള്ളവന് പോലും അത് ടാക്സ് കൂട്ടി അങ്ങേ അറ്റത്തെത്തിച്ചിരിക്കുന്നു. വീട്ടുകരം, വെള്ളക്കരം, ഇലക്ട്രിസിറ്റി സാധാരണക്കാരൻ ഉപയോഗിക്കേണ്ട ഇതൊക്കെ സമ്പന്നൻ്റെ അല്ല, സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളാണ്. എന്നാൽ പണിയില്ല, പണിയെടുത്താൽ ശമ്പളമില്ല. ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ജനങ്ങളുടെ കണ്ണീര് കാണാൻ കഴിയാതെ ഈ കോടീശ്വരന്മാരുടെ, അതായത് ഈ PSC മെമ്പേഴ്സ് അടങ്ങിയ ഈ സമ്പന്നന്മാരുടെ സമ്പാദ്യം കൂട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കഷ്ടം. ഒരു സുഖമരണം ഓരോ നേതാവിനും കിട്ടണമെങ്കിൽ നന്മ പ്രവർത്തിക്കണം, ജനങ്ങളോട് സ്നേഹമുണ്ടാവണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതില്ലെങ്കിൽ നരകയാതന അനുഭവിച്ച് മരിക്കേണ്ടി വരും. ഇത് ശാപമാണെങ്കിൽ അങ്ങനെ. ഞാൻ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു BJPയെയും UDFനെയും. നിങ്ങൾ അടുത്ത അധികാരത്തിൽ വരാൻ വേണ്ടിയാണല്ലോ. ശശി തരൂർ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അഭിപ്രായം പൊട്ടത്തരമായിരുന്നു. നിങ്ങൾ രഹസ്യമായി പറഞ്ഞതെന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗീയത ഉണ്ട് എന്ന് തോന്നിക്കരുതെന്ന്. ശരിക്കും വിഭാഗീയത ഉണ്ട്, പക്ഷേ അത് തോന്നരുത് ജനങ്ങൾക്ക്. അവരുടെ കണ്ണിൽ പൊടിയിടണമല്ലോ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം കിട്ടണമല്ലോ. നാണമില്ലേ കോൺഗ്രസ്? ഇങ്ങനെ മനുഷ്യരെ പറ്റിച്ച് എത്ര കാലം ജീവിക്കും? ഒരിക്കൽ കൂടി UDFനെയും BJPയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ വോട്ടർമാരോട് പറയൂ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ. താങ്ക് യു.